Hello, welcome to TMA food channel. My name is TBsp. Today I am going to make Arabic night chicken cassava. This is one of the popular dish in UAE. Shall we cook? എല്ലാവർക്കും നമസ്കാരം. TMA food ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷായ ചിക്കൻ കസാബയാണ്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കിന്ന് അറബിക് കസാബ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ ലെഗ് പീസ്, വലിയ പീസാണ്, 2 എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് നീളത്തിൽ വരഞ്ഞെടുത്തിട്ടുണ്ട് മസാലകൾ പിടിക്കാനായിട്ട്. നമുക്കാദ്യം 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. എരിവിനനുസരിച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. നമുക്കിനി 1/2 സ്പൂൺ നാരങ്ങ നീരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയിലേക്ക് ചിക്കൻ എടുത്തു വെച്ചതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും കൈകൊണ്ട് നന്നായിട്ട് ഈ മസാല തൂത്ത് കൊടുക്കുക. ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൽ വെച്ച് നമുക്കൊന്ന് ഗ്രില്ല് ചെയ്ത് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 സൈഡും നന്നായിട്ട് കുക്കാകുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി അടി കട്ടിയുള്ള ഒരു വലിയ പാത്രം ചൂടാകാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ചെറിയ 2 കഷ്ണം സിനിമ സ്റ്റിക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 തൊട്ട് 5 ഏലക്ക വരെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ ബേ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഒരു ചെറിയ ഉണങ്ങിയ നാരങ്ങയാണ് നമുക്ക് ആവശ്യം. അതിൽ ഞാൻ ഒരു ഫോർക്ക് കൊണ്ട് ചുറ്റിന് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിന് നമുക്ക് ഒരു സവോളയുടെ ആവശ്യമേ ഉള്ളൂ. അത് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നു. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഒരു ചെറിയ പച്ചമുളകാണ് ചേർക്കുന്നത്. എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് 2 തൊട്ട് 3 വരെ ആവാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സബോള ഒന്ന് വഴറ്റാൻ നമുക്ക് ഇതൊന്ന് കുക്കായാൽ മാത്രം മതിയാവും. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മല്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇത് ഓപ്ഷനിലാണ്, യാതൊരു നിർബന്ധവും ഇല്ല. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മിക്സിയിൽ ചെറുതായിട്ട് അടിച്ച 1 കപ്പ് ടൊമാറ്റോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒരു നാരങ്ങ ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചത് ഇതിന് മേളിൽ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ 1 കപ്പ് റൈസ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടായിരുന്നു. അതിന് ശേഷം വെള്ളം വാത്തിയതിന് ശേഷമാണ് ഇതിലേക്ക് ആ റൈസ് ചേർക്കുന്നത്. 1 കപ്പ് റൈസിന് 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. തണുത്ത വെള്ളം ഉപയോഗിക്കരുത്. ഇതിലേക്ക് നമുക്ക് 1 ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബ് ആഡ് ചെയ്യാം. നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഈ സമയം നമുക്ക് ഒന്നുകൂടെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉപ്പില്ലെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് മൂടി വെച്ച് 20 തൊട്ട് 30 വരെ ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇതിൻ്റെ മൂട പൊക്കി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ അറബിക് കസബ അടിപൊളിയായിട്ട് നല്ല കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം.
നമുക്ക് 1 സ്പൂൺ നെയ്യിൽ 1 കൈ നിറച്ചുള്ള കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അതേ പാനിൽ തന്നെ ഒരു 10-15 ഉണങ്ങിയ മുന്തിരിങ്ങയും കൂടെ വറുത്തെടുക്കാം. നമുക്കത് കോരിയതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് ആൽമണ്ട് സ്ലൈസ് ചെയ്തതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അറബിക് കസബ അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.